നമസ്കാരം. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിയാനാകാതെ പോലീസ് കുഴങ്ങുകയാണ്. പ്രതിയായ ഹരികുമാർ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഉൾവിളി ഉണ്ടായെന്നും അപ്പോൾ കുട്ടിയെ കിണറ്റിലേക്ക് ഇടുകയാണ് ചെയ്തതെന്നുമാണ് ഹരികുമാർ പറയുന്നത്. ഒരു മൊഴി നൽകി മിനിറ്റുകൾക്കകം അത് മാറ്റി പറയുകയും ചെയ്തു. ഇത് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൂടാതെ കുട്ടിയുടെ അമ്മയും ഹരികുമാറിന്റെ സഹോദരിയുമായ ശ്രീധുവിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. ഒരാഴ്ച മുമ്പ് മരണപ്പെട്ട ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പ്രദേശവാസികളുമായി അടുപ്പം കാണിച്ചിട്ടില്ലാത്ത കുടുംബം 3 വർഷം മുൻപാണ് മിട്ടാനുകോണത്തുള്ള കുടുംബ വീട്ടിൽ നിന്ന് കോട്ടുകാൽക്കോണം മുത്താരമ്മൽ കോവിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള വീട്ടിൽ വാടകയ്ക്കെത്തിയത്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു, മൂത്ത മകൾ പൂർണേന്ദു, അമ്മ ശ്രീകല, അച്ഛൻ ഉദയൻ, അറസ്റ്റിലായ ഹരികുമാർ എന്നിവരായിരുന്നു വീട്ടിലെ താമസക്കാർ. ഹരികുമാറിന് പൂജയ്ക്ക് പോകുന്ന ജോലിയാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഇയാൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. കടം വാങ്ങിയ പണം തിരിച്ചു നൽകുന്നില്ലെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ പലപ്പോഴും ആളുകൾ എത്തിയിരുന്നു. മകൾക്ക് ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജോലിയുണ്ടെന്നാണ് ശ്രീകല നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് വല്ലപ്പോഴും മാത്രമാണ് കോട്ടുകാൽക്കോണത്തെ വീട്ടിലെത്തുന്നത്. ദേവേന്ദു കൊല്ലപ്പെട്ട ദിവസം ഹരികുമാറിന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ കത്തിയതിന്റെയും മണ്ണെണ്ണയുടെ ഗന്ധവും ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇതുവരെ നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. കേസിൽ കസ്റ്റഡിയിലെടുത്ത ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന കരിക്കകം മൂകാംബിക മഠം ജ്യോത്സ്യൻ എസ് പ്രദീപ് കുമാറിനെ പ്രദേശത്ത് കണ്ടതായും ചിലർ പറയുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. ദേവിദാസൻ 30 ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്ന് ശ്രീധു അടുത്തിടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടിയെന്ന കാര്യത്തിൽ നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നു. പലപ്പോഴും ശ്രീധു വീട്ടിൽ കാറിൽ എത്താറുണ്ടായിരുന്നുവെങ്കിലും കാറ് വീടിനടുത്തൊന്നും നിർത്തിയിട്ടിരുന്നില്ല. കാറ് വായ്പയെടുത്തതിന്റെ അടവ് മുടങ്ങിയതു കാരണം ചിലർ തിരക്കിയെത്തിയപ്പോഴാണ് ശ്രീധുവിന് സ്വന്തമായി കാറുണ്ടെന്ന വിവരവും നാട്ടുകാർ അറിയുന്നത്. എന്നാൽ പോലീസ് ഇപ്പോൾ മാനസിക വെല്ലുവിളി എന്ന് പറയുന്ന ഹരികുമാറിന് ഒരു മാനസിക പ്രശ്നവും ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആരോടും അധികം അടുപ്പം കാണിക്കാത്ത ആളാണ് ഹരികുമാർ എന്നും പരിസരവാസികൾ പറയുന്നുണ്ട്. കേസിൽ കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജ്യോത്സ്യൻ ആർ പ്രദീപ് കുമാറിന്റെ പങ്ക് സംബന്ധിച്ചും ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. തനിക്കെതിരെയുള്ളത് കള്ളപ്പരാതിയും തെറ്റായ ആരോപണങ്ങളുമാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാത്രി 9 മണിയോടെയാണ് പ്രദീപ് കുമാറിനെ വിട്ടയച്ചത്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 36 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി. ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറാണ് ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അന്ധവിശ്വാസവും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോത്സ്യനെ പോലീസ് ചോദ്യം ചെയ്തത്. പണം തട്ടിയെടുത്തുവെന്ന പരാതിയും കൊലപാതകത്തിന് കാരണമാകും വിധം ജ്യോതിഷ പ്രവചനം നടത്തിയെന്ന ആരോപണവും പ്രദീപ് കുമാർ പോലീസിനോടും നിഷേധിച്ചു. ഹരികുമാറിനെയും ദേവിദാസിനെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പറയുന്നതിലേറെയുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ശ്രീധുവിനെ കണ്ടിട്ടുണ്ടാകാമെന്നും ഓർക്കുന്നില്ലെന്നുമാണ് ദേവിദാസൻ പോലീസിനോട് പറയുന്നത്. എന്നാൽ ശ്രീധുവിന്റെ വീട്ടിൽ ഇദ്ദേഹം പൂജ നടത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യവും ദേവിദാസൻ സമ്മതിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം ഇക്കാര്യം നിഷേധിച്ചിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.